അപ്പൊ നമ്മൾ ഷെഡ്യൂളേഴ്സിൽ ഇവിടെ തുടങ്ങാം. ഷെഡ്യൂളേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനു മുന്നേ നമ്മൾ 3 ക്യൂ പറഞ്ഞായിരുന്നു. ഏതൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ? 3 ടൈപ്പിലുള്ള ക്യൂസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? മൂന്ന് ക്യൂ ഏതൊക്കെയാണ് നമ്മള് വോയിസിനകത്തുള്ള? ആരെങ്കിലും പറയാം. ജോബ്, റെഡി, ഡിവൈസ്. യെസ്, ജോബ് ക്യൂർ, റെഡി ക്യൂർ ആൻഡ് ഡിവൈസ് ക്യൂർ. ഓക്കെ, ഇനി നമ്മൾ ഷെഡ്യൂളേഴ്സ് തുടങ്ങിയാണെന്ന് തോന്നുന്നു. എന്നാലും ഒന്നുകൂടെ പറയാം. ഓക്കെ, ഷെഡ്യൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷെഡ്യൂൾ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ നമുക്കറിയാം അല്ലെ? സെലക്ഷൻ എന്നുള്ള ഒരു മീനിങ്ങിലാണ് ഷെഡ്യൂളർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് മെയിൻ ആയിട്ട് 3 ടൈപ്പിലുള്ള ഷെഡ്യൂളേഴ്സ് ആണുള്ളത്. ഓക്കെ, OS-നകത്ത് 3 ടൈപ്പിലുള്ള ഷെഡ്യൂളേഴ്സ് ഉണ്ട്. ഒന്ന് ലോങ് ടൈം ഷെഡ്യൂളർ, 2 ഷോർട്ട് ടൈം ഷെഡ്യൂളർ, 3 മീഡിയം ടൈം ഷെഡ്യൂളർ. അങ്ങനെ 3 രീതിയിലുള്ള ഷെഡ്യൂളേഴ്സ് ആണ് നമുക്കുള്ളത്. അതിന്റെ അകത്ത് ലോങ് ടൈം ഷെഡ്യൂളറിന്റെ വേറൊരു പേരാണ് ജോബ് ഷെഡ്യൂളർ എന്ന് പറയുന്നത്. ജോബ് ഷെഡ്യൂളർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞ ജോബ് ക്യൂ അല്ലെങ്കിൽ ജോബ് പൂളിൽ നിന്നും എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്ന പ്രോസസ്സിനെ റെഡി ക്യൂവിൽ കൊണ്ടുവന്നിടുന്ന ജോബ് ചെയ്യുന്ന ആളാണ് ആര്? ജോബ് ഷെഡ്യൂളർ അല്ലെങ്കിൽ ലോങ് ടൈം ഷെഡ്യൂളർ. ലോങ് ടൈം ഷെഡ്യൂളർ എന്താണ് ചെയ്യുന്നത്? ജോബ് പൂളിൽ നിന്നും എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്ന പ്രോസസ്സിനെ റെഡി ക്യൂവിൽ കൊണ്ടുവന്നിടുക. ഓക്കെ, ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് ചെയ്യുന്ന ഷെഡ്യൂളർ ആണ് ലോങ് ടൈം ഷെഡ്യൂളർ എന്ന് പറയാം. ഇനി നമുക്കറിയാം, ജോബ് ക്യൂവിൽ നിന്നും സെലക്ട് ചെയ്ത് എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്ന പ്രോസസ്സിനെ ലോങ് ടൈം ഷെഡ്യൂളർ എടുത്ത് റെഡി ക്യൂവിനകത്ത് കൊണ്ടുവന്നിടും. ഇനി റെഡി ക്യൂവിനകത്ത് സപ്പോസ് ഇപ്പോൾ ഒരു 5 പ്രോസസ്സ് ഉണ്ടെങ്കിൽ ഈ 5 പ്രോസസ്സിനെയും ഒരുമിച്ച് CPU എക്സിക്യൂഷൻ നടത്തില്ല. CPU എന്ത് ചെയ്യും? ആ 5 നിന്നും ഏതെങ്കിലും ഒരെണ്ണത്തിന് മാത്രമായിരിക്കും സെലക്ട് ചെയ്യുക. ആ സെലക്ഷൻ പ്രോസസ്സ് നടത്തുന്ന ഷെഡ്യൂളർ ആണ് എന്തെന്ന് പറയുന്നത്? ഷോർട്ട് ടൈം ഷെഡ്യൂളർ അല്ലെങ്കിൽ CPU ഷെഡ്യൂളർ എന്ന് പറയാം. ഓക്കെ, അതായത് ജോബ് പൂളിൽ നിന്നും റെഡി ക്യൂവിലോട്ട് കൊണ്ടുവന്നിടുന്നത് ജോബ് ഷെഡ്യൂളർ അല്ലെങ്കിൽ ലോങ് ടൈം ഷെഡ്യൂളർ. ഇനി ആ റെഡി ക്യൂവിൽ നിന്നും ഒരെണ്ണത്തിന് മാത്രം എടുത്ത് CPU അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് ആര്? ഷോർട്ട് ടൈം ഷെഡ്യൂളർ അല്ലെങ്കിൽ CPU ഷെഡ്യൂളർ എന്ന് പറയുന്നത്. അത് രണ്ടും മനസ്സിലായോ? ലോങ് ടേമും ഷോർട്ട് ടേമും. ഓക്കെ, വേറെ ആരും റിപ്ലൈ ഒന്നും തരുന്നില്ലല്ലോ. അജ്മൽ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ ഷോർട്ട് ടേമും ലോങ് ടേം ഷെഡ്യൂളറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്? ഓക്കെ ഓക്കെ, അപ്പം ഇനി വേറൊരു ഷെഡ്യൂളറും കൂടി ഉണ്ട്, മീഡിയം ടൈം ഷെഡ്യൂളർ എന്ന് പറയുന്നത്. ഈ മീഡിയം ടൈം ഷെഡ്യൂളർ എപ്പോഴാണ് നമുക്ക് ആപ്ലിക്കബിൾ ആകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് വെർച്വൽ മെമ്മറി കൺസെപ്റ്റ് ഒക്കെ വരുന്ന സമയത്ത്, വെർച്വൽ മെമ്മറി കൺസെപ്റ്റ് അല്ലെങ്കിൽ സ്വാപ്പിംഗ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയാണ്, സപ്പോസ് നമ്മുടെ മെയിൻ മെമ്മറിയുടെ സൈസ്, ഓക്കെ, മെയിൻ മെമ്മറിയുടെ സൈസ് 100 KB എന്ന് വിചാരിക്കാം. ഓക്കെ, മെയിൻ മെമ്മറിയുടെ സൈസ് 100 KB. ഓക്കെ, ഇനി എന്റെ കയ്യിലുള്ള പ്രോസസ് ഉണ്ട്. ഓക്കെ, എന്റെ കയ്യിലൊരു പ്രോസസ് ഉണ്ട് P1. അതിന്റെ സൈസ് എന്ന് പറയുന്നത് 200 KB ആണ്. ഓക്കെ, എന്താണ്? 200 KB. മെയിൻ മെമ്മറിയുടെ സൈസ് എത്രയാണ്? 100 KB ആണ് സൈസ്. എന്റെ കയ്യിലുള്ള പ്രോസസ്സിന്റെ സൈസ് എന്ന് പറയുന്നത് 200 KB ആണ്. ഓക്കെ, എനിക്ക് ആ പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ? എനിക്കതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമല്ലയോ? ഹലോ, റെസ്പോൺസ് തരൂ. എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? എങ്ങനെയാണ്? പറ്റില്ല. പറ്റില്ല. അതായത് മെയിൻ മെമ്മറിയുടെ സൈസ് നമുക്കറിയാം. ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആ പ്രോഗ്രാം എവിടെ ഉണ്ടായിരിക്കണം? മെയിൻ മെമ്മറിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിപ്പോ ഞാനിപ്പോ ഒരു സിയുടെ പ്രോഗ്രാം എഴുതി, അത് നമ്മൾ സാധാരണ ഹാർഡ് ഡിസ്കിലാണ് സ്റ്റോർ ചെയ്യുക അല്ലെ? ഏതെങ്കിലും ഒരു ഡ്രൈവിലൊക്കെ ആയിരിക്കും സ്റ്റോർ ഉണ്ടാവുക. എനിക്ക് അതിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ അതിനെ എന്തെന്ന് പറയാ? പ്രോസസ് എന്ന് പറയാം അല്ലെ? അതിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ അതിന്റെ പ്രോസസ് എന്ന് പറയാം.
അപ്പൊ അതിനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആ പ്രോഗ്രാം എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കണം? പ്രൈമറി മെമ്മറിയിൽ അല്ലെങ്കിൽ മെയിൻ മെമ്മറിയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് എക്സിക്യൂഷൻ നടക്കുള്ളൂ. ഓക്കെ, അപ്പോ മെയിൻ മെമ്മറിയുടെ സൈസ് അല്ലെങ്കിൽ പ്രൈമറി മെമ്മറിയുടെ സൈസ് എന്ന് പറയുന്നത് 100 KB. ഓക്കെ, എന്റെ കയ്യിലുള്ള പ്രോസസ്സിന്റെ സൈസ് എന്ന് പറയുന്നത് 200 KB. എനിക്ക് ആ ഒരു പ്രോസസ്സിനെ 200 KB ഉള്ള പ്രോസസ്സിനെ എനിക്ക് എക്സിക്യൂഷൻ നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നതാണ് എന്റെ ക്വസ്റ്റ്യൻ. പറ്റില്ലല്ലോ. പറ്റില്ല. എല്ലാവരുടെ അഭിപ്രായം പറ്റില്ല എന്നാണോ? സുമോദ് എന്താ പറഞ്ഞ പോലെ തോന്നിയായിരുന്നു? പറ്റും എന്നാണ് എന്റെ തോട്ട്. ഓക്കെ, ബാക്കി എല്ലാവർക്കും പറ്റില്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, അജ്മൽ എവിടെ പോയി? അജ്മൽ എവിടെയെങ്കിലും ഇല്ലേ? അവൻ ആബ്സെന്റ് മാർക്ക് ചെയ്യണം. മിസ് എന്നെ വിളിച്ചായിരുന്നു മിസ്. ഞാൻ വിളിച്ചായിരുന്നു. ഞാൻ ഇപ്പൊ എന്ത് ചോദിച്ചാ കേട്ടാ? ക്വസ്റ്റ്യൻ കേട്ടാ നീ? ഇല്ല കൊള്ളാം. ഞാൻ ചോദിച്ചെന്താണോ, അതായത് 100 KB ആണ് എന്റെ മെയിൻ മെമ്മറിയുടെ സൈസ്. ഓക്കെ, 200 KB ഉള്ള ഒരു പ്രോസസ്സ് എനിക്ക് എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ മിസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ? എടാ 100 KB മെയിൻ മെമ്മറിയുടെ സൈസ്, പ്രൈമറി മെമ്മറിയുടെ സൈസ് 100 KB. ഓക്കെ, എന്റെ കയ്യിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, ആ പ്രോസസ് ഉണ്ട്, ആ പ്രോസസ്സിന്റെ സൈസ് എന്ന് പറയുന്നത് 200 KB. ഓക്കെ, ആ പ്രോസസ്സ് എനിക്ക് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ പ്രോസസ് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. അല്ല സോറി, മെമ്മറി എക്സ്റ്റെൻഡ് ചെയ്താൽ പോലെ. മെമ്മറി എക്സ്റ്റൻഷൻ ഒന്നും ഇല്ല. ഓക്കെ, അത് കംപ്ലീറ്റ് ആവുക മീൻസ് മ്യൂട്ട് ചെയ്തു. ഓക്കെ, ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, വെർച്വൽ മെമ്മറി കൺസെപ്റ്റിനകത്ത് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. അതായത് നമ്മൾ പറഞ്ഞല്ലോ 200 KB ആണ് നമ്മുടെ പ്രോസസ്സിന്റെ സൈസ് എന്ന്. ഈ 200 KB ഉള്ള പ്രോസസ്സിനെ ഞാൻ പല പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതായത് പല പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എക്സാമ്പിൾ ആയിട്ട് പറയാം, ഈ 200 KB പ്രോസസ്സിനകത്ത് ഒരു 1000 ലൈൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഓക്കെ, എത്രയാണ്? 1000 ലൈൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 1000 ലൈനും എനിക്ക് ഒരുമിച്ച് എക്സിക്യൂഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല, അല്ലെ? ഈ 1000 ലൈനും എനിക്ക് ഒരുമിച്ച് എക്സിക്യൂഷൻ നടത്തണ്ട. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ പ്രോസസ്സിനെ നമുക്ക് പല പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സപ്പോസ് ഞാൻ ആ 200 KB ഉള്ള പ്രോസസ്സിനെ 4 പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കാം. 4 പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് എനിക്ക് ആ 4 പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എനിക്ക് ആദ്യമേ എക്സിക്യൂഷൻ ചെയ്യേണ്ട പേജസിന് ഞാൻ എന്ത് ചെയ്യും? പ്രൈമറി മെമ്മറിയിൽ കൊണ്ടുവന്നിടും. എന്നിട്ട് ആവശ്യമില്ലാത്ത പേജസിനെ ഞാൻ സെക്കൻഡറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിടും. ഓക്കെ ആണോ? പ്രൈമറി മെമ്മറിയിൽ ആവശ്യമുള്ള പേജസിനെ മാത്രം ഞാൻ എന്ത് ചെയ്യും? പ്രൈമറി മെമ്മറിയിൽ ഇട്ടിട്ട് ആവശ്യമില്ലാത്ത, അതായത് ഒരു പ്രോസസ്സിന്റെ തന്നെ പല പേജസ് ആണ്, ആവശ്യമുള്ള പേജസിനെ മാത്രം പ്രൈമറി മെമ്മറിയിൽ കീപ്പ് ചെയ്തിട്ട് ആവശ്യമില്ലാത്തതിന് നമ്മൾ സെക്കൻഡറിയിലോട്ട് കൊണ്ടുവന്നിടും. എന്നിട്ട് ഈ പ്രൈമറിയിലുള്ളത് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പ്രൈമറിയിലുള്ളതിനെ സെക്കൻഡറിയിലേക്ക് ഇട്ടിട്ട് സെക്കൻഡറിയിലുള്ളതിനെ പ്രൈമറിയിലോട്ട് എടുക്കും. ഓക്കെ ആണോ? അപ്പൊ ആ പ്രൈമറിയിൽ നിന്നും സെക്കൻഡറിയിലോട്ടും സെക്കൻഡറിയിൽ നിന്നും പ്രൈമറിയിലോട്ടും എടുക്കുന്ന, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് നമ്മൾ സ്വാപ്പിംഗ് എന്നാണ് പറയാ. സ്വാപ്പിംഗ്, SWAPPING, സ്വാപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന് എന്താണ്? പ്രോസസ്സിനെ പ്രൈമറി മെമ്മറിയിൽ നിന്നും സെക്കൻഡറിയിലോട്ട് കൊണ്ടുവന്നിടും, സെക്കൻഡറി മെമ്മറിയിൽ നിന്നും പ്രൈമറി, 2 എണ്ണം നടക്കുന്നുണ്ട്. സ്വാപ്പ് ഇൻ എന്ന് പറഞ്ഞാൽ പ്രൈമറിയിൽ നിന്നും സെക്കൻഡറിയിലോട്ട് കൊണ്ടുവന്നിടുന്നതിനെ നമ്മൾ സ്വാപ്പ് ഇൻ എന്നും, സെക്കൻഡറിയിൽ നിന്നും പ്രൈമറിയിലോട്ട് കൊണ്ടുവരുന്നതിന് സ്വാപ്പ് ഔട്ട് എന്നും പറയും. ഓക്കെ ആണോ? ഈ 2 പ്രോസസ്സും കൂടെ കൂടിച്ചേർത്തതാണ് നമ്മൾ സ്വാപ്പിംഗ് എന്ന് പറയാം. അപ്പൊ ഈ സ്വാപ്പിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ചെയ്യുന്ന ഷെഡ്യൂളർ ആണ് ആര്? മീഡിയം ടേം ഷെഡ്യൂളർ എന്ന് പറയുന്നത്. പിടികിട്ടിയോ? മീഡിയം ടേം ഷെഡ്യൂളറിന്റെ ജോബ് എന്ന് പറയുന്നത് എന്താണ്? സ്വാപ്പിംഗ് എന്ന്. സ്വാപ്പ് ഇന്നും സ്വാപ്പ് ഔട്ടും ചെയ്യുക എന്ന് പറയുന്നതാണ് ആര് ചെയ്യുന്നത്? മീഡിയം ടേം ഷെഡ്യൂളർ ചെയ്യുന്നത്. എപ്പോഴാണ് നമുക്ക് സ്വാപ്പിങ്ങിന്റെ ആവശ്യം വരിക? നമ്മുടെ പ്രൈമറി മെമ്മറിനേക്കാളും വലിയ സൈസിലുള്ള ഒരു പ്രോസസ്സാണ് എനിക്ക് എക്സിക്യൂഷൻ നടത്തുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആ പ്രോസസ്സിനെ പല പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ പ്രൈമറി 200 KB ഉള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് എനിക്ക് ഫുൾ ആയിട്ട് ഒരുമിച്ച് എക്സിക്യൂഷൻ ചെയ്യണ്ട.
എക്സിക്യൂഷൻ ചെയ്യേണ്ട കറന്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട പേജസിനെ മാത്രം പ്രൈമറി മെമ്മറിയിൽ കീപ്പ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളതിനെ ഞാൻ സെക്കൻഡറിയിലേക്ക് ഇട്ടിട്ട് ആ പ്രൈമറിയിലുള്ളത് എക്സിക്യൂഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ സെക്കൻഡറിയിലുള്ളതിനെ പ്രൈമറിയിലേക്കും പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതായത് പ്രൈമറിയിൽ നിന്നും സെക്കൻഡറിയിലോട്ടും സെക്കൻഡറിയിൽ നിന്നും പ്രൈമറിയിലോട്ടും കൊണ്ടുവരുന്ന ആ പ്രോസസ്സിങ്ങിന് നമ്മൾ സ്വാപ്പിംഗ് എന്ന് പറയും. സ്വാപ്പ് ഇൻ ആൻഡ് സ്വാപ്പ് ഔട്ട് എന്ന് പറയും. ഈ സ്വാപ്പിംഗ് ചെയ്യുന്ന ഷെഡ്യൂളർ ആണ് ആര്? മീഡിയം ടേം ഷെഡ്യൂളർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു ഫിഗർ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇതിന്റെ അകത്ത് നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാപ്പിനും സ്വാപ്പ് ഔട്ടും കാണാൻ വേണ്ടി പറ്റും. അതായത് ഇവിടെ പ്രോസസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് പ്രോസസ് P1 എന്ന് പറയുന്നു, പ്രോസസ് P2 എന്ന് പറയുന്നത്. നമുക്ക് ഈ പ്രോസസ്സിന്റെ P1ന് തന്നെ പല പേജസിനെ നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് സ്വാപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ P1 എന്ന് പറയുന്ന പ്രോസസ്സിന്റെ 2 പേജസ്, P1 P2 എന്ന് പറയുന്ന 2 പേജസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു പേജിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? മെയിൻ മെമ്മറിയിൽ കീപ്പ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡറി മെമ്മറിയിൽ ഇട്ടിട്ട് ആ ഫസ്റ്റ് പ്രൈമറി മെമ്മറിയിലുള്ളത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡറിയിൽ നിന്നും പ്രൈമറിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇങ്ങനെ ആ ഒരു സ്വാപ്പ് ഇൻ ആൻഡ് സ്വാപ്പ് ഔട്ട് നടത്തുന്ന ഷെഡ്യൂളറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മീഡിയം ടേം ഷെഡ്യൂളർ എന്ന് പറയാം. അപ്പൊ ലോങ് ടേം ഷെഡ്യൂളർ, ഷോർട്ട് ടേം ഷെഡ്യൂളർ, മീഡിയം ടേം, 3 ഷെഡ്യൂളേഴ്സ് ആണ് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് പഠിക്കാനുള്ളത്. ആ 3 ഷെഡ്യൂളറിന്റെ ഫംഗ്ഷൻ നമ്മൾ ഓർത്തിരിക്കണം. ലോങ് ടേം ചെയ്യുന്ന എന്താണ്? ലോങ് ടേം ഷെഡ്യൂളർ ചെയ്യുന്ന എന്താണ്? പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു. ലോങ് ടൈം ഷെഡ്യൂളർ ചെയ്യുന്ന എന്താണ്? പെട്ടെന്ന് പറയൂ. ആരെങ്കിലും ഒരാൾ പറയൂ. ജോബ് പൂളിൽ നിന്നും എവിടെ കൊണ്ടുവന്നിടുന്നത്? റെഡി ക്യൂവിനകത്തേക്ക് കൊണ്ടുവന്നിടും. ഓക്കെ, ഇനി ഷോർട്ട് ടൈം ചെയ്യുന്ന എന്താ? റെഡി ആയിട്ടുള്ള പ്രോസസ്സിൽ നിന്ന് ഒരെണ്ണത്തിന് സെലക്ട് ചെയ്യും എക്സിക്യൂട്ട് ചെയ്യാൻ. CPU എക്സിക്യൂഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യും. ഓക്കെ, അതാണ് ഷോർട്ട് ടൈം ഷെഡ്യൂളർ അല്ലെങ്കിൽ CPU ഷെഡ്യൂളർ ചെയ്യുന്നത്. ഇനി മീഡിയം ടൈം ഷെഡ്യൂളർ ചെയ്യുന്നത് എന്താണ്? ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. എന്തൊന്ന് പെട്ടെന്ന് വായിച്ചു വിടാം നമുക്ക്. ഷെഡ്യൂളേഴ്സ് ഒന്ന് എല്ലാ സെന്റൻസും വായിക്കണോ? സമയം പോവോ അതോ പെട്ടെന്ന് വായിച്ചു വിടണോ? A process migrates among the various scheduling queues throughout its lifetime. ഒരു പ്രോസസ് എന്ന് പറയുന്നത് ഓരോ ഷെഡ്യൂളിംഗ് ക്യൂസിലൂടെ മാറി പോയിക്കൊണ്ടിരിക്കും. അതായത് റെഡി ക്യൂ, ജോബ് ക്യൂ, ഡിവൈസ് ക്യൂ, അങ്ങനെ മാറി ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം മസ്റ്റ് സെലക്ട് ഫോർ ഷെഡ്യൂളിംഗ് പർപ്പസസ് പ്രോസസ് ഫ്രം ദീസ് ക്യൂസ് ഇൻ സം ഫാഷൻ. നമ്മൾ ഓരോ ക്യൂബിൽ നിന്നും ഓരോ പ്രോസസ്സിനെയും സെലക്ട് ചെയ്യുന്നതിന് ഒരു ഷെഡ്യൂളിംഗ് പർപ്പസ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഉണ്ടാവും. അതിനനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യുക. The selection process is carried out by the appropriate scheduler. ആ സെലക്ട് ചെയ്യുന്ന സെലക്ഷൻ പ്രോസസ് നടത്തുന്നതിനെ നമ്മൾ എന്തെന്ന് പറയാം? ഷെഡ്യൂളർ എന്ന് പറയാം. As process enters the system, they are put into a job queue. ഒരു സിസ്റ്റത്തിനകത്ത് ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനെ എന്ത് ചെയ്യും? ജോബ് ക്യൂവിനകത്തേക്ക് ഇടും. Long term scheduler or job scheduler select a process from this pool and loads them into memory for execution. അതായത് ജോബ് പൂളിൽ നിന്നും സെലക്ട് ചെയ്ത് എക്സിക്യൂഷന് വേണ്ടിയിട്ട് മെമ്മറിയിലോട്ട് കൊണ്ടുവന്ന് ലോഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? റെഡി ക്യൂ എന്ന് പറയാം. Then short term scheduler or CPU scheduler selects from among the processes that are ready to execute and allocates the CPU to one of them. ആ റെഡി ആയിരിക്കുന്ന പ്രോസസ്സിൽ നിന്നും ഏതെങ്കിലും ഒരെണ്ണത്തിനെ മാത്രം സെലക്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ട് CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് ആര് ചെയ്യുന്നത്? ഷോർട്ട് ടേം ഷെഡ്യൂളർ ചെയ്യുന്നത്. The primary distinction between these two schedulers lies in frequency of execution. അതായത് ഈ 2 ഷെഡ്യൂളേഴ്സ് ലോങ് ടേം ഷോർട്ട് ടേം തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എക്സിക്യൂഷനുള്ള ഡിഫറൻസ് ആണ്. അതായത് ഷോർട്ട് ടേം എന്ന് പറയുന്നത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അതായത് നമുക്കറിയാം CPU എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആണെന്ന് നമുക്കറിയാം അല്ലെ. CPU-ന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഷോർട്ട് ടൈം. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈം ഷെഡ്യൂളർ എന്ന് പറയുന്നത് കമ്പാരേറ്റീവ്ലി അതായത് ലോങ് ടൈമിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? വളരെ ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂഷൻ നടത്തും. A process may execute for only a few milliseconds before waiting for an IO request. Okay, often the short term scheduler execute at least once every 100 millisecond. Short term scheduler at least ഓരോ 100 millisekindലും at least once എങ്കിലും എക്സിക്യൂട്ട് ചെയ്യുമെന്നാണ് പറയാം. Okay, because of the short time between execution, the short term scheduler must be fast.
The long-term scheduler execute much less frequently. Minutes may separate the creation of one new process and the next step. ജോബ് ഷെഡ്യൂളറിന് അല്ലെങ്കിൽ ലോങ് ടേം ഷെഡ്യൂളറിന് എപ്പോഴാണ് ജോലി വരിക? ഒരു പുതിയൊരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ റെഡി ക്യൂനകത്തേക്ക് കൊണ്ടുവന്നിടുന്നത്. ഓക്കെ, അപ്പൊ അതെന്ന് പറയുന്നത് ചിലപ്പം കുറച്ച് മിനിറ്റുകൾക്ക് ശേഷമാവാം, അല്ലെങ്കിൽ ചിലപ്പം മണിക്കൂറുകൾക്ക് ശേഷമാവാം. കുറെ ടൈം എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യാം ഈ ലോങ് ടേം ഷെഡ്യൂളർ സെലക്ഷൻ പ്രോസസ് നടത്തുന്നത്. ലോങ് ടൈം ഷെഡ്യൂളർ കൺട്രോൾസ് ദ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാം. ഈ ഒരു സെന്റൻസ് പഠിച്ചു വെച്ചോണേ. വിച്ച് ഷെഡ്യൂളർ കൺട്രോൾസ് ദ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ്. ഓക്കെ, അത് ഈ നമ്മളെ എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് ഷെഡ്യൂളർ ആണ് ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ നത്തിങ്, അതായത് ഒരു നമ്മുടെ മെയിൻ മെമ്മറിയിൽ നമ്പർ ഓഫ് പ്രോസസ്സിനെയാണ്, എത്ര നമ്പർ ഓഫ് പ്രോസസ് ഉണ്ട് എന്നതിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയാം. അതായത് ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് 5 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മെയിൻ മെമ്മറിയിൽ 5 പ്രോസസ് ഉണ്ടെന്നാണ്. ഓക്കെ, ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് 10 ആണെന്ന് പറഞ്ഞാൽ 10 പ്രോസസ് എവിടെയുണ്ട്? മെയിൻ മെമ്മറിയിൽ ഉണ്ടെന്നാണ്. ഓക്കെ, അതായത് ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് പ്രോസസസ് ഇൻ മെയിൻ മെമ്മറി. മെയിൻ മെമ്മറിയിലുള്ള നമ്പർ ഓഫ് പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയാം? ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ലോങ് ടൈം ഷെഡ്യൂളർ ആണെന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കും? ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് ലോങ് ടൈം ആണെന്ന് പറയാനുള്ള കാരണം ജോബ് പൂളിൽ നിന്നും സെലക്ട് ചെയ്ത് ഈ മെയിൻ മെമ്മറിയിലോട്ട് കൊണ്ടുവന്നിടുന്ന ആളാണ് ആര്? ലോങ് ടൈം ഷെഡ്യൂളർ. അതുകൊണ്ടാണ് ലോങ് ടൈം ഷെഡ്യൂളറുടെ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ഷെഡ്യൂളർ എന്ന് പറയുന്നത്. It is important that the long-term scheduler select a good process mix of IO bound and CPU bound process. ഓക്കെ, ഇനി ഈ ലോങ് ടൈം ഷെഡ്യൂളർ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സ്. ഓക്കെ, ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് CPU ബൗണ്ട് പ്രോസസ്സും ഉണ്ടായിരിക്കണം, IO ബൗണ്ട് പ്രോസസ്സും ഉണ്ടായിരിക്കണം. അതൊന്നുമില്ല. CPU ബൗണ്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ CPU എക്സിക്യൂഷന് വേണ്ടിയിട്ട് ടൈം എടുക്കുന്നതാണ് CPU ബൗണ്ട് എന്ന് പറയുന്നത്. IO ബൗണ്ട് എന്ന് പറഞ്ഞാൽ IO റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. IO ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് CPU ആവശ്യമില്ല. അതായത് ഒരു പ്രോസസ്സ് P1ന് ടോട്ടൽ 10 മില്ലി സെക്കൻഡ് ആണെങ്കിൽ അതിന്റെ അകത്ത് ഒരു 5 മില്ലി സെക്കൻഡ് CPU ബൗണ്ടും ഒരു 5 മില്ലി സെക്കൻഡ് IO ബൗണ്ടും ആണെങ്കിൽ ഞാൻ പറയും ദാറ്റ് ഈസ് എ ഗുഡ് പ്രോസസ് എന്ന് പറയും. ഓക്കെ, അതൊരു ഗുഡ് പ്രോസസ് ആണ് നമ്മൾ. അതായത് ഈ IO ഉണ്ടായിരിക്കണം, CPU ഉണ്ടായിരിക്കണം. രണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാ പ്രോസസ്സും അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും. കാരണം ഈ ഓരോ പ്രോസസ്സിനെ സെലക്ട് ചെയ്യുമ്പോഴും CPU ബൗണ്ട് പ്രോസസ് എന്ന് പറഞ്ഞാൽ CPU എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള ടൈമാണ്. IO ബൗണ്ട് എന്ന് പറഞ്ഞാൽ IO റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ടൈമാണ്. ഇതിന് രണ്ടിന്റെയും കൂടെ ഒരു മിക്സ് ആണെങ്കിൽ നമുക്ക് വളരെ വളരെ പെട്ടെന്ന് പ്രോസസ്സുകൾ ഓരോന്നും കംപ്ലീറ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പൊ ലോങ് ടൈം ഷെഡ്യൂളർ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രോസസ് മിക്സ് വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. Some operating systems, such as time-sharing system, may introduce an additional intermediate level of scheduling called a medium-term scheduler. ഈ time-sharing system പോലുള്ള operating systemത്തിനകത്താണ് നമ്മൾ medium-term schedulerന്റെ ആവശ്യം വരിക. The key idea behind a medium-term scheduler is that sometimes it can be advantageous to remove processes from memory and from active contention for the CPU and thus reduces the degree of multiprogramming. അതായത് ഈ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിങ്ങിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീഡിയം ടൈം ഷെഡ്യൂളർ ഉപയോഗിക്കുക. എന്താണ് ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ്? നമ്പർ ഓഫ് പ്രോസസ്സസ് ഇൻ മെയിൻ മെമ്മറി, അല്ലെ? അപ്പൊ മെയിൻ മെമ്മറിയിൽ ഉള്ള നമ്പർ ഓഫ് പ്രോസസ്സിനെ റെഡ്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെയാ ചെയ്യാം? അതിന് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് പ്രോസസ്സിനെ എടുത്ത് സെക്കൻഡറിയിലോട്ട് കൊണ്ടുവന്നിടാം. അപ്പൊ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് കുറയ്ക്കാൻ വേണ്ടി പറ്റില്ലേ? ഇല്ലേ? ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് മെയിൻ മെമ്മറിയിലുള്ള നമ്പർ ഓഫ് പ്രോസസ് ആണ്. അപ്പൊ അത് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മെയിൻ മെമ്മറിയിലുള്ള കുറെ പ്രോസസ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സിക്യൂട്ട് ചെയ്യുന്നില്ലാത്ത പ്രോസസ്സിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡറിയിലോട്ട് കൊണ്ടുവന്നിടാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് കുറയ്ക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നത്? സ്വാപ്പിംഗ്, സ്വാപ്പ് ഔട്ട് വെച്ചിട്ടാണ്. ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് നമ്മൾ കുറയ്ക്കുന്നത് എങ്ങനെയാണ്? സ്വാപ്പിംഗ് വെച്ചിട്ടാണ്. അപ്പൊ ആ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിങ്ങിനെ കുറയ്ക്കുന്ന ഷെഡ്യൂളർ മീഡിയം ടൈം ഷെഡ്യൂളർ ആണ്. ഓക്കെ, പക്ഷെ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ഷെഡ്യൂളർ എന്ന് പറയുന്നത് ലോങ് ടൈം ഷെഡ്യൂളർ ആണ്. ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മീഡിയം ടൈം ഷെഡ്യൂളർ ആണ്. 2 പോയിന്റുകൾ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസമുള്ളൂ, മാറിപ്പോകരുത്. റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മീഡിയം ടൈം ഷെഡ്യൂളർ റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ മെയിൻ മെമ്മറിയിലുള്ള നമ്പർ ഓഫ് പ്രോസസ്സിന്റെ എണ്ണം കുറയ്ക്കണം. അതെങ്ങനെ കുറയ്ക്കാൻ വേണ്ടി പറ്റും? നമുക്ക് സ്വാപ്പിംഗ് വെച്ചിട്ട്. ഓക്കെ,
Later, the process can be reintroduced into memory and its execution can be continued where it left off. This scheme is called swapping. അതാണ് ഞാൻ പറഞ്ഞ സ്വാപ്പിംഗ് ആൻഡ് സ്വാപ്പ് ഔട്ട് കേട്ടോ. ഓക്കെ ആണോ? ഈ ഒരു കമ്പാരിസൺ ടേബിൾ കൊടുത്തിട്ട് നിങ്ങൾ ചുമ്മാ ഒന്ന് വായിച്ചു പോയാൽ മതി. ഓക്കെ, അപ്പം 3 ഷെഡ്യൂളർ മനസ്സിലായല്ലോ അല്ലെ? ലോങ് ടൈം ഷെഡ്യൂളർ, ഷോർട്ട് ടൈം ഷെഡ്യൂളർ, മീഡിയം ടൈം ഷെഡ്യൂളർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ. ഓക്കെ ആണെന്ന് വിചാരിച്ച് ഞാൻ മുന്നോട്ട് പോവാണ്. ആർക്കെങ്കിലും റെഡ്യൂസ് ചെയ്യാനും മീഡിയം ടൈം ആണെന്നൊരു പോയിന്റ് പറഞ്ഞില്ലേ, അതിന് കൂടെ പറഞ്ഞ മറ്റു പോയിന്റ് പറഞ്ഞു. മറ്റേത് കൺട്രോൾ ചെയ്യാന്ന് പറയാം. കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിനെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ലോങ് ടൈം ഷെഡ്യൂളർ ആണ് എന്ത് ചെയ്യുന്നത്? ജോബ് ക്യൂവിൽ നിന്ന് പ്രോസസ്സിനെ എടുത്ത് നമ്മുടെ മെയിൻ മെമ്മറിയിലോട്ട് കൊണ്ടുവന്ന് ഇടുന്ന ആളാരാണ്? ജോബ് ഷെഡ്യൂളർ. അതുകൊണ്ടാണ് ജോബ് ഷെഡ്യൂളർ ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് മീഡിയം ടൈം ഷെഡ്യൂളർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് കുറയ്ക്കാൻ പറ്റുമല്ലോ. കാരണം എന്താ? ഇപ്പൊ 10 പ്രോസസ്സ് മെയിൻ മെമ്മറിയിലുണ്ട്. ഈ 10 പ്രോസസ്സും എക്സിക്യൂട്ട് ചെയ്യുന്നില്ലെന്ന് വിചാരിക്കും. 2 എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളെങ്കിൽ ബാക്കി 8 എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്കൻഡറിയിലോട്ട് കൊണ്ടുവന്നിടാൻ പറ്റില്ലേ? എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നേ? ഈ പ്രൈമറിയിലെ എക്സിക്യൂട്ട് ചെയ്യാത്ത പ്രോസസ്സ് പ്രൈമറി കിടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ CPU-ന്റെ എഫിഷ്യൻസി കുറഞ്ഞു പോവാം. ഓക്കെ, അപ്പൊ CPU-ന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സിക്യൂട്ട് ചെയ്യുന്നില്ലാത്ത പ്രോസസ്സിനൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ സെക്കൻഡറിയിലോട്ട് കൊണ്ടുവന്നിട്ട് അതിന് എപ്പോഴാണ് എക്സിക്യൂഷൻ നടത്തുന്നത് അന്നേരം മാത്രം എന്ത് ചെയ്താൽ മതി? പ്രൈമറിയിലോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പൊ എനിക്ക് ഡിഗ്രി ഓഫ് മൾട്ടി പ്രോഗ്രാമിംഗ് 10 എന്ന് പറയുന്നത് ഞാൻ 2 ആയിട്ട് അവിടെ കുറച്ചില്ലേ? ആ കുറയ്ക്കുന്ന ഷെഡ്യൂളർ ആണ് എന്ത്? മീഡിയം ടൈം ഷെഡ്യൂളർ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി അടുത്തത് ഇനി നമ്മൾ ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന് മുന്നേ കുറച്ച് ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയസും അതുപോലെ തന്നെ 2 പ്രീഎംപ്റ്റീവ് ആൻഡ് നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് 2 കൺസെപ്റ്റ് വരുന്നുണ്ട്. അതൊന്നുമില്ല, പ്രീഎംപ്റ്റീവ് ആൻഡ് നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂൾ. ഇത് നമുക്ക് നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഈ സെക്ഷനിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. പ്രീഎംപ്റ്റീവ്, നോൺ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. ഓക്കെ, ഒന്നുമില്ല. പ്രീഎംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ചെയ്യുക എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, പ്രീഎംപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വിച്ച് ചെയ്യുക എന്നാണ് മീനിങ്. ഓക്കെ, പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ഇപ്പൊ ആദ്യമേ ഇത് വായിക്കാൻ എന്നിട്ട് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ഈസ് എ മെത്തഡ് ദാറ്റ് മേ ബി യൂസ്ഡ് വെൻ എ പ്രോസസ് സ്വിച്ചസ് ഫ്രം എ റണ്ണിംഗ് സ്റ്റേറ്റ് ടു എ റെഡി സ്റ്റേറ്റ് ഓർ ഫ്രം എ വെയിറ്റിംഗ് സ്റ്റേറ്റ് ടു എ റെഡി സ്റ്റേറ്റ്. നമ്മുടെ ആ ഒരു പ്രോസസ് സ്റ്റേറ്റ് ഡയഗ്രാം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? പ്രോസസ് സ്റ്റേറ്റ് ഡയഗ്രാം. എത്ര സ്റ്റേറ്റുകളുണ്ട് പ്രോസസ്സിന്? പ്രോസസ് സ്റ്റേറ്റ്സ് എല്ലാം പോയി. ഒന്നും ഓർമ്മയില്ലല്ലേ? അയ്യോ, പ്രോസസ്സിന് എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? സ്റ്റേറ്റ് 5 സ്റ്റേറ്റ്സ്. 5 സ്റ്റേറ്റ് ഏതൊക്കെയായിരുന്നു? തമ്പുരാനി, ന്യൂ, റെഡി, റണ്ണിങ്, വെയിറ്റിംഗ്, ടെർമിനേഷൻ. മറന്നുപോയതെല്ലാം. ഓക്കെ, നമ്മളെ ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഇതൊന്ന് ഇങ്ങനത്തെ സബ്ജക്റ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും കണ്ടിന്യൂറ്റി ഉണ്ടാവും. അതായത് നമ്മൾ ആദ്യം പഠിച്ച ആ ഒരു ടോപ്പിക്ക് നമുക്ക് എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ ബാക്കി അങ്ങോട്ട് വരുന്ന സംഭവങ്ങൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇപ്പൊ നമുക്ക് ആ പ്രോസസ് സ്റ്റേറ്റ് ഡയഗ്രാം അറിയാമെങ്കിൽ എനിക്കിത് പെട്ടെന്ന് പറഞ്ഞു പോവായിരുന്നു. പ്രോസസ് സ്റ്റേറ്റ് ഡയഗ്രത്തിനകത്ത് നമുക്ക് 5 സ്റ്റേറ്റുകളാണുള്ളത്. ന്യൂ, റെഡി, റണ്ണിങ്, വെയിറ്റിംഗ് ആൻഡ് ടെർമിനേറ്റിംഗ് എന്ന് പറയുന്ന 5 സ്റ്റേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അവിടെ ഇനി അത് എടുക്കേണ്ടി വരുമായിരിക്കും അല്ലെ? ഇത് ഓർക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇത് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ഇപ്പോഴും ഓർമ്മയില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ 5 സ്റ്റേറ്റ് ആണ്. ന്യൂ, റെഡി, റണ്ണിങ്, വെയിറ്റിംഗ് ആൻഡ് ടെർമിനേറ്റിംഗ്. ഓക്കെ, ഇവിടെ 5 സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതായത് റെഡി സ്റ്റേറ്റിൽ നിന്നും റണ്ണിങ് സ്റ്റേറ്റിലോട്ട് പോകുന്ന എപ്പോഴാണ്? ഷെഡ്യൂളർ ഡിസ്പാച്ച് എടുക്കുമ്പോഴാണ്. ഇവിടെ നമ്മൾ പറയുന്നത് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് വരുന്ന 2 സിറ്റുവേഷനിലാണ്. ഓക്കെ, ഒന്നെന്ന് പറയുന്ന റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നും വെയിറ്റിംഗിലോട്ട് പോകുന്നതും ഒന്ന് റണ്ണിങ്ങിൽ നിന്നും റെഡിയിലോട്ട് പോകുന്നതും. അത് എപ്പോഴാന്ന് പറഞ്ഞേ? റണ്ണിങ്ങിൽ നിന്നും റെഡിയിലോട്ട് പോകുന്ന എപ്പോഴാണ്?
റണ്ണിങ്ങിൽ നിന്നും റെഡിയിലോട്ട് പോകുന്നത്. ഒരു IO പ്രോസസ് ചെയ്യേണ്ടി വരുമ്പോൾ റണ്ണിങ്ങിൽ നിന്നും റെഡി. Interrupt ഇന്ററപ്റ്റ് വരുമ്പോ. ഇന്ററപ്റ്റ് വരുമ്പോ അല്ലെ, ഒരു ഇന്ററപ്റ്റ് വരുമ്പോ എന്ത് ചെയ്യും, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇന്ററപ്റ്റിൽ വരുന്ന എന്താണോ ചെയ്യും അല്ലെ. അതായത് അവിടെ സ്വിച്ച് ചെയ്തില്ലേ, അതായത് ഞാൻ P1 എന്ന് പറയുന്ന പ്രോസസ് ആയിരുന്നു റൺ ചെയ്തുകൊണ്ടിരുന്നത്. സപ്പോസ് P1 റണ്ണിങ് ആണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, ഒരു ഇന്ററപ്റ്റ് വന്നു. അപ്പൊ ഞാൻ P1 എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. ഇന്ററപ്റ്റിൽ എന്ത് ചെയ്യണം, ചെയ്യണം. ഓക്കെ, അവിടെ ഒരു സ്വിച്ചിങ് നടന്നില്ലേ, അതായത് P1 സ്റ്റോപ്പ് ചെയ്തു, പുതിയ ഇന്ററപ്റ്റിന് എന്ത് ചെയ്തു, എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇനി അതുപോലെ തന്നെ വെയിറ്റിംഗിൽ നിന്നും റെഡിയിലോട്ട് പോകുന്ന എപ്പോഴാണ്, വെയിറ്റ് സ്റ്റേറ്റിൽ നിന്നും റെഡിയിലോട്ട് പോകുന്ന എപ്പോഴാണ്, ഡി എപ്പോഴാ, IO പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, IO പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ, IO കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇപ്പൊ IO വരുന്നത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് IO വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് IO ചെയ്യുന്നത്. എന്നിട്ട് IO ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ആദ്യത്തെ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, അപ്പൊ അവിടെ രണ്ടിടത്തുമാണ് നമുക്ക് എന്ത് വരുന്നത്, സ്വിച്ചിങ് വരുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ഏതെങ്കിലും പ്രോസസ്സ് വന്നാൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട്, അത് എന്തായിക്കോട്ടെ, എന്തായാലും ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയത് വരുന്നത് ചെയ്യും. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രീഎംപ്റ്റീവ് is a method that may be used when a process switches from a running state to ready state or from a waiting state to a ready state. ഓക്കെ, റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നും റെഡി സ്റ്റേറ്റിലോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ വെയിറ്റിംഗ് സ്റ്റേറ്റിൽ നിന്നും റെഡി സ്റ്റേറ്റിലോട്ട് പോകുന്നതോ എപ്പോഴാണ്, ഒരു പ്രോസസ് സ്വിച്ചിങ് നടക്കുമ്പോഴാണ്. The resources are assigned to a process for a particular time and then removed. അങ്ങനെ പ്രിയംപ്റ്റ് ചെയ്യുമ്പോൾ, ഓക്കെ, പ്രിയംഷൻ നടക്കുന്ന സമയത്ത് ഇപ്പൊ P1 എന്ന് പറയുന്ന പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ P1 അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, P1 അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന റിസോഴ്സസിനെ എല്ലാം എന്ത് ചെയ്യണം, റീ അലോക്കേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അടുത്ത എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ്. ഇനി നോൺ പ്രീഎംപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഇപ്പൊ P1 എന്ന് പറയുന്ന പ്രോസസ് എക്സിക്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് തന്നെ വന്നാലും, ഓക്കെ, എന്ത് ഇന്ററപ്റ്റ് വന്നായിക്കോട്ടെ, IO വന്നായിക്കോട്ടെ, എന്ത് വന്നാലും എന്ത് ചെയ്യില്ല, CPU-നെ വിട്ടുകൊടുക്കില്ല. CPU-നെ വിട്ടുകൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, CPU-നെ വിട്ടുകൊടുക്കുള്ളൂ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോൺ പ്രീഎംപ്റ്റീവ് എന്ന് പറയും. എന്താണ് നോൺ പ്രീഎംപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രോസസ്സിന് CPU അലോക്കേറ്റ് ചെയ്ത് കൊടുത്താൽ, ഓക്കെ, അത് എന്തൊക്കെ രീതിയിലാണെങ്കിലും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, തിരിച്ച് അതായത് CPU-നെ വിട്ടുകൊടുക്കുള്ളൂ. സെക്കൻഡ് ഇനി മാറ്റി പിടിയോ. പ്രീഎംപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയത് വരുന്നത് എന്താണോ അത് ക്രൈറ്റീരിയ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും. ഇപ്പൊ പ്രയോറിറ്റി നോക്കിയിട്ടാണെങ്കിൽ പ്രയോറിറ്റി കൂടുതൽ കൊടുക്കും, അതല്ല ടൈം നോക്കിയിട്ടാണെങ്കിൽ ടൈം കൂടുതൽ നോക്കും. നമ്മൾ ഒരു അൽഗോരിതം പഠിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാകും. കൺസെപ്റ്റ് ഇതാണ്, പ്രീഎംപ്റ്റീവ് നോൺ പ്രീഎംപ്റ്റീവ് എന്ന് പറഞ്ഞാൽ. നോൺ പ്രീഎംപ്റ്റീവ് എന്ന് പറഞ്ഞാൽ CPU കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാതെ വിട്ടുകൊടുക്കില്ല. ഓക്കെ, പ്രീഎംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അത് രണ്ടും ആ പോയിന്റ് കിട്ടിയോ, ആ പോയിന്റ് മാത്രം നിങ്ങൾക്ക് കിട്ടിയാൽ മതി. പ്രീഎംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് സ്വിച്ച് ചെയ്ത് പോകും. നോൺ പ്രീഎംപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPU എപ്പോൾ കിട്ടിയാലും ആ പ്രോസസ്സിന്റെ കംപ്ലീഷൻ കഴിയാതെ തിരിച്ചു വിട്ടു കൊടുക്കില്ല. അത്ര ആ രണ്ടും അത് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി, പ്രീഎംപ്റ്റ് നോൺ പ്രീഎംപ്റ്റ്. ഓക്കെ ആണോ? നമുക്ക് ക്രൈറ്റീരിയ പോവാം. ഒരു 5 ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയാസ് ആണുള്ളത്. അതായത് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോവാം, അൽഗോരിതം പഠിക്കാൻ വേണ്ടി പോവാം. അപ്പൊ നമുക്കറിയാലോ, നമ്മൾ പല കേസസിനകത്ത് നമ്മൾ പല അൽഗോരിതംസ് പഠിച്ചിട്ടുണ്ട്. നമുക്ക് എക്സാമിന് സാധാരണ ചോദിക്കാറ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രോബ്ലം തന്നിട്ട് നമ്മളോട് ചോദിക്കും ഏത് അൽഗോരിതമാണ് ബെറ്റർ എന്നാണ് ചോദിക്കുക. ഓക്കെ, എങ്ങനെ ഏത് അൽഗോരിതമാണ് ബെറ്റർ, ഈ ഒരു സിനാരിയോയിൽ നമ്മൾ ഏത് അൽഗോരിതം യൂസ് ചെയ്താലായിരിക്കും ബെറ്റർ എന്നാണ് ചോദിക്കുക. അപ്പൊ നമുക്ക് അൽഗോരിതം കമ്പയർ ചെയ്യണമെങ്കിൽ അതിന് എന്തെങ്കിലും മെട്രിക്സ് വേണം അല്ലെ. അൽഗോരിതത്തിനെ കമ്പയർ ചെയ്യണം, ഇതാണ് ബെറ്റർ എന്ന് എനിക്ക് പറയണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം. ഇപ്പൊ നമ്മള് ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ പറയില്ലേ, ടൈം കോംപ്ലക്സിറ്റി നോക്കിയിട്ട് എനിക്ക് ബെറ്റർ പ്രോഗ്രാം ഏതാണെന്ന് പറയാൻ പറ്റില്ലേ. അപ്പൊ നിങ്ങളോട് എല്ലാവരും ഞാൻ ഒരു പ്രോഗ്രാം തന്നെ തന്നു. ഓക്കെ, നിങ്ങൾ എല്ലാവരും പ്രോഗ്രാം
എനിക്ക് ഔട്ട്പുട്ട് എല്ലാവർക്കും ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, എന്നാലും എനിക്കൊരു ഫസ്റ്റ് പ്രൈസ് കൊടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആ ഒരു പ്രോഗ്രാമിന്റെ ടൈം കോംപ്ലക്സിറ്റി ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏതാണോ ടൈം കോംപ്ലക്സിറ്റി കുറവ് അതിനായിരിക്കും ഞാൻ പ്രൈസ് കൊടുക്കുക, അല്ലേ? അവിടെ ഒരു മെട്രിക്സ് നമ്മൾ യൂസ് ചെയ്തു, ടൈം കോംപ്ലക്സിറ്റി. അതുപോലെ തന്നെ ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന അൽഗോരിതം എല്ലാം നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യാം? ഈ ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഒരു 5 ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയസ് ഉണ്ട്. ഈ ഷെഡ്യൂളിംഗ് ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് അൽഗോരിതം ആയിരിക്കും ബെറ്റർ എന്ന് നമ്മൾ പറയാം. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് വരുന്നത് CPU ആണ്. CPU യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം CPUനെ ബിസി ആക്കി വെക്കുക എന്നുള്ളതാണ്. CPUനെ ഐഡിൽ ആയിട്ട് ഇരിക്കാനുള്ള ടൈം കൊടുക്കാതിരിക്കുക. ദാറ്റ് ഈസ് കോൾഡ് CPU യൂട്ടിലൈസേഷൻ. എന്താണ് CPU യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ CPUനെ ഫുൾ ടൈം നമ്മൾ എന്ത് ചെയ്യുക? യൂട്ടിലൈസ് ചെയ്യണം. എന്താണ് അതിനെ എന്താ പറയാ, ഫ്രീ ആയിട്ട് വെക്കാതിരിക്കുക. അതിനെയാണ് നമ്മൾ CPU യൂട്ടിലൈസേഷൻ എന്ന് പറയാം. ഒരു അൽഗോരിതം ബെറ്റർ ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ CPU യൂട്ടിലൈസേഷൻ എങ്ങനെയായിരിക്കണം? ഹൈ ആയിരിക്കണം. എന്താ പറ്റി അജയ്? ആണോ? എല്ലാവർക്കും ഉണ്ടോ? ഓക്കെയാണ്. ഓക്കെ ഓക്കെ, അപ്പം ഒരു അൽഗോരിതം ഓക്കെ ബെറ്റർ ആണെന്ന് പറയണമെങ്കിൽ ഈ CPU യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കണം എന്ന് ഞാൻ പറയും. അതായത് CPU യൂട്ടിലൈസേഷൻ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അൽഗോരിതം CPUവിനെ ഫ്രീ ആയിട്ട് വെക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ്. ഓക്കെ, CPU utilization. Okay, CPU utilization is a criterion used in CPU scheduling that measures the percentage of time the CPU is busy processing a task. CPU എന്തുമാത്രം ബിസി ആണ് എന്ന് നമ്മൾ പറയുന്ന ഒരു മെട്രിക്സ് ആണ്. ഓക്കെ, പെർസെന്റേജ് ഓഫ് എത്രമാത്രം പെർസെന്റേജ് ഓഫ് ടൈം CPU ബിസി ആണ്. ഇപ്പൊ 98% ആണ് CPU യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? 98% ആണ് CPU യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ആ ഒരു പ്രോസസ്സിന്റെ എക്സിക്യൂഷന് വേണ്ടിയിട്ട് അതിന്റെ ടോട്ടൽ പ്രോസസ് ആ പ്രോസസ്സിന്റെ എക്സിക്യൂഷൻ ടൈമിനകത്ത് 98% എന്താണ്? CPU എക്സിക്യൂഷൻ ആയിരുന്നു. ബാക്കി ഒരു 2% മാത്രമേ എന്ത് വന്നുള്ളൂ? CPU ഐഡിൽ ആയിട്ട് അവിടെ ഇരുന്നുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. പിടിയോ? CPU യൂട്ടിലൈസേഷൻ എന്താന്ന് മനസ്സിലായോ? എത്രമാത്രം ടൈം CPU എക്സിക്യൂഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിന്റെ മെഷറാണ് CPU യൂട്ടിലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഒരു അൽഗോരിതം ബെറ്റർ ആണെന്ന് പറയണമെങ്കിൽ CPU യൂട്ടിലൈസേഷൻ ഹൈ ആയിരിക്കണം എന്ന് ഞാൻ പറയും. ലോ ആണെന്നുണ്ടെങ്കിൽ ആ അൽഗോരിതം നല്ലതല്ല. ഓക്കെ, അൽഗോരിതം നല്ലതായിരിക്കണമെങ്കിൽ CPU യൂട്ടിലൈസേഷൻ ഹൈ ആയിരിക്കണം. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ത്രൂപുട്ട് ആണ്. ത്രൂപുട്ട് എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് പ്രോസസ്സസ് കംപ്ലീറ്റഡ് പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് പ്രോസസ്സിന്റെ എണ്ണമാണ് ത്രൂപുട്ട് എന്ന് പറയുന്നത്. അതായത് എന്താണ് ഒരു യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ 1 മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെക്കൻഡിൽ എത്ര പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു? ഒരു സെക്കൻഡിൽ 10 പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ 20 പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. വിച്ച് വൺ ഈസ് ബെറ്റർ? ഏതായിരിക്കും ബെറ്റർ? ഒരു സെക്കൻഡിൽ 10 പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതാണോ ഒരു സെക്കൻഡിൽ 20 പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതാണോ നല്ലത്? 20 പ്രോസസ്സ്. ഓക്കെ, അപ്പൊ ത്രൂപുട്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? നല്ലതാണെങ്കിൽ അൽഗോരിതം നല്ലതാകണമെങ്കിൽ ത്രൂപുട്ട് എങ്ങനെയായിരിക്കണം? ഹൈ ആയിരിക്കണം അല്ലേ? ത്രൂപുട്ട് എങ്ങനെയായിരിക്കണം? ഹൈ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഹൈ ആയിരിക്കണം. ത്രൂപുട്ട് എന്ന് പറയുന്നതും ഹൈ ആയിരിക്കണം. ത്രൂപുട്ട് is a criterion used in CPU scheduling that measures the number of tasks or processes completed within a specific period. It is important to maximize throughput because it reflects the efficiency and productivity of the system. Throughput high ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എഫിഷ്യന്റ് ആണ്, ആ അൽഗോരിതം എഫിഷ്യന്റ് ആണ് അല്ലേ? അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ ആണെന്നാണ് അതിന്റെ അർത്ഥം. ആ 2 പോയിന്റ് കിട്ടിയോ? ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് പറയുന്നത് ടേൺ അറൗണ്ട് ടൈം ആണ്. Okay, turnaround time is a criterion used in CPU scheduling that measures the time it takes for a task or a process to complete from a moment it is submitted to the system until it is fully processed and ready for output. അതായത് turnaround time എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് നമ്മുടെ റെഡി ക്യൂല് വന്നു. ഓക്കെ, റെഡി ക്യൂല് വന്ന് അതായത് എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരുന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നതിന് ഉള്ള ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ടേൺ അറൗണ്ട് ടൈം.
സപ്പോസ് 2 എന്ന് പറയുന്ന മില്ലി സെക്കൻഡിൽ ഒരു പ്രോസസ്സ് വന്നു, റെഡി ക്യൂവിൽ വന്നു. മെയിൻ മെമ്മറിയിൽ 2 എന്ന് പറയുന്ന മില്ലി സെക്കൻഡിൽ ഒരു പ്രോസസ്സ് വന്നു. അത് 20ാമത്തെ മില്ലി സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ ടേൺ അറൗണ്ട് ടൈം എത്രയായിരിക്കും? 18 മില്ലി സെക്കൻഡ് ആയിരിക്കും. അതായത് ആ 18 മില്ലി സെക്കൻഡിനുള്ളിൽ വന്നിട്ട് എപ്പോഴാണ് അത് കംപ്ലീറ്റ് ചെയ്തത്? റെഡി ക്യൂവിൽ വന്നതിന് ശേഷം അത് എത്ര ടൈം എടുത്ത് അത് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതിന്റെ മെട്രിക്സ് ആണ് എന്തെന്ന് പറയുന്നത്? ടേൺ അറൗണ്ട് ടൈം എന്ന് പറയാം. ഓക്കെ, ഇതെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഹൈ ആണെന്ന് പറയുന്നതാണോ നല്ലത്, ലോ ആണെന്ന് പറയുന്നതാണോ നല്ലത്? ലോ ആയിരിക്കണം. ഓക്കെ, ലോ ആയിരിക്കണം. ഓക്കെ, ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് മിനിമം ആണെങ്കിൽ നല്ല അൽഗോരിതം ആയിരിക്കും. ദെൻ ഫോർത്ത് പോയിന്റ് ഇസ് വെയിറ്റിംഗ് ടൈം. വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എവിടെ കൊണ്ടുവന്നിടുന്ന പറഞ്ഞേ? മെയിൻ മെമ്മറി അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? റെഡി ക്യൂല് അല്ലെ? എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എവിടെ കൊണ്ടുവന്നിടും? റെഡി ക്യൂല് കൊണ്ടുവന്നിടും. ആ റെഡി ക്യൂല് ആ ഒരു പ്രോസസ്സ് എത്രമാത്രം ടൈം വെയിറ്റ് ചെയ്തിട്ടുണ്ട് CPU കിട്ടാൻ വേണ്ടിയിട്ട്? എപ്പോഴും അപ്പൊ തന്നെ കിട്ടണമെന്നില്ലല്ലോ. ഇപ്പൊ 2 എന്ന് പറയുന്ന മില്ലി സെക്കൻഡിൽ ഒരു പ്രോസസ്സ് റെഡി ക്യൂല് വന്നെങ്കിൽ ആ 2 എന്ന് പറയുന്ന മില്ലി സെക്കൻഡിൽ തന്നെ അതിന് CPU കിട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലേ? CPU ഷെഡ്യൂളർ ആണ് എന്ത് ചെയ്യുന്നത്? ഓരോ പ്രോസസ്സിനെ സെലക്ട് ചെയ്യുന്നത്, റൈറ്റ്? ഓക്കെ, അപ്പം അതിന് CPU കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ടൈം ആ റെഡി ക്യൂല് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ മെട്രിക്സ് ആണ് എന്ത്? വെയിറ്റിംഗ് ടൈം. Okay, waiting time is a criterion used in CPU scheduling that measures the amount of time, okay, amount of time a task or a process waits in the ready queue before it is processed by the CPU. CPU process ചെയ്യുന്നതിന് മുന്നേ റെഡി ക്യൂവിലെ എത്രമാത്രം എമൗണ്ട് ഓഫ് ടൈം അതവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് CPU കിട്ടാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് കോൾഡ് വെയിറ്റിംഗ് ടൈം. ഈ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം, മാക്സിമം ആയിരിക്കണം? എങ്ങനെ? മിനിമം ആയിരിക്കണം. ഓക്കെ, അപ്പം CPU യൂട്ടിലൈസേഷൻ മാക്സിമം ആയിരിക്കണം, ത്രൂപുട്ട് മാക്സിമം ആയിരിക്കണം, ടേൺ അറൗണ്ട് ടൈം മിനിമം ആയിരിക്കണം, വെയിറ്റിംഗ് ടൈം എങ്ങനെയായിരിക്കണം? മിനിമം ആയിരിക്കണം. Then last point എന്ന് പറയുന്നത് response time. Okay, response time is a criterion used in CPU scheduling that measures the time it takes for the system to respond to a user's request or input. അതായത് യൂസർ ആ ഒരു പ്രോസസ്സിന്റെ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം അതിന്റെ ഔട്ട്പുട്ട് കിട്ടാൻ എടുക്കുന്നതിനുള്ള ഫസ്റ്റ് റെസ്പോൺസ് കിട്ടാൻ എടുക്കുന്ന ടൈം എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, ഒരു പ്രോസസ്സ് ഒരു റെഡി ക്യൂലോ അല്ലെങ്കിൽ ജോബ് പൂളിലോ, എവിടെയാണെന്നില്ല, നമ്മുടെ മെയിൻ മെമ്മറിയിൽ നിന്നല്ല, എവിടെ സെക്കൻഡറിയിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും ഫസ്റ്റ് അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ഫസ്റ്റ് റെസ്പോൺസ് കിട്ടാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. ഇതും എങ്ങനെയായിരിക്കണം? മിനിമം ആണെങ്കിൽ നമ്മൾ നല്ലതാണെന്ന് പറയും. ഇനി ആക്ച്വലി നമ്മൾ പ്രോബ്ലം എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ റെസ്പോൺസ് ടൈം കണ്ടുപിടിക്കാറില്ല. നമ്മൾ കണ്ടുപിടിക്കുന്നത് ടേൺ അറൗണ്ട് ടൈമും വെയിറ്റിംഗ് ടൈമുമാണ്. അത് കണ്ടുപിടിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് അൽഗോരിതമാണ് ബെറ്റർ എന്ന് പറയാം. ഓക്കെ, ഇനി ഇവിടെ 2 ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം ആണ്. ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം ആണ്. അത് രണ്ടൊന്ന് നോട്ട് ചെയ്തേ, പെട്ടെന്ന് നോട്ട് ചെയ്തേ. ഒരു അൽഗോരിതം പറയാനുള്ള സമയം ഉണ്ടെന്ന് തോന്നുന്നു. ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടേൺ അറൗണ്ട് ടൈം കിട്ടും. ഇനി വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടേൺ അറൗണ്ട് ടൈമിൽ നിന്ന് ബേസ്റ്റ് ടൈം കുറച്ചാൽ മതി. ഓക്കെ, ഇനി അതിനകത്ത് ബേസ്റ്റ് ടൈം എന്താണെന്ന് പറയാം. ബേസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിന് CPU എത്രമാത്രം ടൈം വേണം. ഓക്കെ, എന്താണ്? ഒരു പ്രോസസ്സ് എക്സിക്യൂഷന് വേണ്ടിയിട്ട് CPU എത്രമാത്രം ടൈം വേണം എന്നുള്ളതാണ് എന്ത്? ബേസ്റ്റ് ടൈം. പിന്നീട് ബേസ്റ്റ് ടൈം എന്താണെന്ന് മനസ്സിലായോ? ഒരു പ്രോസസ്സിന് CPU എത്രമാത്രം ടൈം വേണം, CPU എക്സിക്യൂഷന് വേണ്ടിയിട്ട് എത്ര ടൈം വേണം എന്നുള്ളതിനെയാണ് നമ്മൾ ബേസ്റ്റ് ടൈം എന്ന് പറയാം. ഓക്കെ, ഇക്വേഷൻ നോട്ട് ചെയ്ത് വെച്ചല്ലോ അല്ലെ? ഇനി നമുക്ക് ഒരു 4-5-6 അൽഗോരിതം പഠിക്കാനുണ്ട്. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് വരുന്നത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് അൽഗോരിതം. ആ പേര് പോലെ തന്നെ ആദ്യം വരുന്ന ആൾക്ക് ആദ്യം CPU. ഇത് ഷെഡ്യൂളിംഗ് അൽഗോരിതം ആണ്. എന്ത്? CPU ഷെഡ്യൂളിംഗ് അൽഗോരിതം ആണ്. CPU ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? CPU ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? റെഡി ക്യൂവില് കിടക്കുന്ന ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? CPU ഷെഡ്യൂളിംഗ്. റെഡി ക്യൂവില് എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് കുറെ പ്രോസസ്സുകൾ കിടപ്പുണ്ട്. അതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ CPU എടുക്കുള്ളൂ. അത് ഏതിനെ എടുക്കണം എന്നുള്ളതാണ് എന്ത്? CPU ഷെഡ്യൂളിംഗ് അൽഗോരിതം പറയുന്നത്.
അപ്പൊ അക്കോർഡിംഗ് ടു ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് അൽഗോരിതം ആദ്യം വരുന്ന ആൾക്ക് എന്ത് കൊടുത്തിരിക്കണം? CPU കൊടുത്തിരിക്കണം. എവിടെ വരുന്ന ആൾക്ക്? റെഡി ക്യൂവില്. ആദ്യം റെഡി ക്യൂവില് വരുന്ന ആൾക്ക് എന്ത് ചെയ്യണം? ആദ്യമേ CPU കൊടുത്തേക്കാം. അത്രേ ഉള്ളൂ എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് അൽഗോരിതം പറയുന്നത്. എന്താണ്? ആദ്യം റെഡി ക്യൂവിൽ വരുന്നത് ആരാണോ അവർക്ക് എന്ത് ചെയ്യുക? CPU ആദ്യമേ കൊടുക്കുക. നമ്മൾ ക്യൂ അടിക്കില്ലേ? ഫിഫോ ഫിഫോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ക്യൂ എന്ന് പറയില്ലേ? അതേ സംഭവം ക്യൂ വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ അൽഗോരിതം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ക്യൂ എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് അൽഗോരിതം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ജോബ്സ് ആർ എക്സിക്യൂട്ടഡ് ഓൺ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ആദ്യം വരുന്ന ജോബിനെ എന്ത് ചെയ്യുക? ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. ഇറ്റ് ഈസ് എ നോൺ പ്രിഎംപ്റ്റീവ് ഷെഡ്യൂൾ. ഇതെന്താണ്? പ്രിഎംപ്റ്റീവ് അല്ല ഒരിക്കലും. കാരണം എന്താ? പ്രിഎംപ്റ്റീവ് ആണെങ്കിൽ എന്താണ്? ഇടയ്ക്ക് വെച്ചിട്ട് സ്വിച്ച് ചെയ്ത് പോകും. നോൺ പ്രിഎംപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? CPU കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടേ വിട്ടുകൊടുക്കുള്ളൂ. ഓക്കെ, നോൺ പ്രിഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതം ആണ്. ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇംപ്ലിമെന്റ് ആണ്. ഇറ്റ്സ് ഇംപ്ലിമെന്റേഷൻ ഈസ് ബേസ്ഡ് ഓൺ FIFO ക്യൂ. പ്യുവർ ഇൻ പെർഫോമൻസ് ആസ് ആവറേജ് വെയിറ്റിംഗ് ടൈം ഈസ് ഹൈ. നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്ന അൽഗോരിതങ്ങളെയൊക്കെ ബേസ് ചെയ്തിട്ട് ഈ അൽഗോരിതത്തിന്റെ ആവറേജ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എപ്പോഴും ഹൈ ആയിരിക്കും. അതുകൊണ്ട് ഹൈ ആണെങ്കിൽ നമ്മൾ നല്ലതെന്ന് പറയോ? ആവറേജ് വെയിറ്റിംഗ് ടൈം ഹൈ ആണെങ്കിൽ അൽഗോരിതം നല്ലതായിരിക്കോ? അല്ല. അതുകൊണ്ട് നമ്മൾ പറയും ഇതിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? പുവർ ആണെന്ന് പറയും. ഓക്കെ, ഇനി അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അഡ്വാൻറ്റേജസിനകത്ത് ഒന്നുമില്ല, ഈസി ടു ഇംപ്ലിമെന്റ് ആണ്, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ഡിസഡ്വാൻറ്റേജസിനകത്ത് FCFS സഫേഴ്സ് ഫ്രം കോൺവോയ് ഇഫക്റ്റ്. ഓക്കെ, അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ ടെസ്റ്റിലൊക്കെ ചോദിക്കുന്ന കോൺവോയ് ഇഫക്റ്റ് എന്ന് പറയുന്ന ഏത് അൽഗോരിതത്തിലാണ് വരുന്നത്? ഓക്കെ, കോൺവോയ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പൊ ഞാനൊരു സിനാരിയോ പറയാം. P1 റെഡി ക്യൂല് 3 പ്രോസസ് ഉണ്ട് കേട്ടോ. റെഡി ക്യൂല് 3 പ്രോസസ് ആണുള്ളത്. P1, P2, P3. ഓക്കെ, P1ന്റെ ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത് 50 മില്ലി സെക്കൻഡ്. 50 നോട്ട് ചെയ്ത് വെക്കണേ. P1ന്റെ ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത് 50 മില്ലി സെക്കൻഡ്, 50 മില്ലി സെക്കൻഡ് ആണ്. P2 രണ്ടാമത്തെ P2 വരും. P2 റെഡി ക്യൂല് വരുന്നു. അതിന്റെ ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത് 3 മില്ലി സെക്കൻഡ് ആണ്. ദെൻ P3 അതിന്റെ ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത് 1 മില്ലി സെക്കൻഡ് ആണ്. ഇതെങ്ങനെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യാൻ? നമ്മൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് അനുസരിച്ചാണെങ്കിൽ എന്ത് ചെയ്യും? ആദ്യമേ ആര് ചെയ്യും? P1 ആണ് ആദ്യം വന്നെങ്കിൽ P1 ചെയ്യും. ഓക്കെ, P2 രണ്ടാമതാ വന്നിരിക്കുന്നത്, അതുകൊണ്ട് P2 ചെയ്യും, രണ്ടാമത് ചെയ്യും. P3 മൂന്നാമത് ചെയ്യും. ആണല്ലോ. ഇതിനകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ P1ന്റെ ബേസ്റ്റ് ടൈം എത്രയാണ്? P1ന്റെ ബേസ്റ്റ് ടൈം എത്രയാ നമ്മൾ പറഞ്ഞു? 50 മില്ലി സെക്കൻഡ്. P2ന്റെ 3 മില്ലി സെക്കൻഡ്. P3യുടെ 1 മില്ലി സെക്കൻഡ്. ഓക്കെ, ഇത് മൂന്നും വരുന്നത് റെഡി ക്യൂല് വരുന്ന ഒരേ ടൈമിലാന്ന് വിചാരിക്കും. സപ്പോസ് 0th ടൈമില് P1ഉം P2ഉം P3ഉം റെഡി ക്യൂല് വന്നു. നമ്മൾ ഈ റെഡി ക്യൂല് വരുന്ന സമയം സെയിം ആണെങ്കിലുണ്ടല്ലോ, അതായത് റെഡി ക്യൂവില് 0th ടൈമില് ഈ 3 പ്രോസസ്സും വന്നുവെങ്കിൽ നമ്മുടെ അൽഗോരിതം പറയുന്ന അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം കൊടുക്കുന്നത് 3 ഒരേ ടൈമിലല്ലേ വന്നേ. അപ്പൊ ആർക്ക് കൊടുക്കും എന്നുള്ള കൺഫ്യൂഷൻ ഒരിക്കലും അതായത് നമ്മുടെ ആ പ്രോസസ്സിന്റെ ഐഡി ഉണ്ടല്ലോ, P1, P2, ആ സബ്സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ 1, 2, 3 ഓർഡറിൽ തന്നെ കൊടുക്കും. P1ന് ആദ്യം കൊടുക്കും, P2ന് രണ്ടാമത് കൊടുക്കും, P3ക്ക് മൂന്നാമത് കൊടുക്കും. ഒരേ ടൈം ആണ് കേട്ടോ. ഒരേ ടൈം ആണെങ്കിൽ ആ P1 ആ പ്രോസസ്സിന്റെ ഐഡി നോക്കിയിട്ട് അങ്ങ് കൊടുക്കാം. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ P1ന്റെ ബേസ്റ്റ് ടൈം എന്ന് പറയുന്നത് 50 മില്ലി സെക്കൻഡ് ആണ്. P2ന്റെ 3, P3യുടെ 1 ആണ്. ഓക്കെ, ഈ 3 വന്നത് 0th മില്ലി സെക്കൻഡിൽ റെഡി ക്യൂല് വന്ന് കിടക്കുക. എന്നിട്ട് P1 കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 50 മില്ലി സെക്കൻഡ് എടുത്തു. P2 കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മില്ലി സെക്കൻഡ്, അതായത് 50 + 53 മില്ലി സെക്കൻഡ് ആര് വെയിറ്റ് ചെയ്തു? P3 വെയിറ്റ് ചെയ്തു. P3ക്ക് എത്ര ടൈം മതിയായിരുന്നു? ആകെ ഒരൊറ്റ മില്ലി സെക്കൻഡ് മാത്രമായിരുന്നു P3ക്ക് ചെയ്യാൻ. പക്ഷെ ആ ഒരൊറ്റ മില്ലി സെക്കൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ P1ന്റെയും P2ന്റെയും കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതായത് 53 മില്ലി സെക്കൻഡ് P3 വെയിറ്റ് ചെയ്യേണ്ടി വന്നു അല്ലെ. എല്ലാ പ്രോസസ്സും റെഡി ക്യൂല് വന്നത് ഒരേ ടൈമിലാണ്. അപ്പൊ P3 കംപ്ലീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? P3 കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ P1ഉം കംപ്ലീറ്റ് ചെയ്ത് P2ഉം കംപ്ലീറ്റ് ചെയ്തിട്ട് P1 കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 50 മില്ലി സെക്കൻഡ് എടുത്തു. അത് കഴിഞ്ഞിട്ടാണല്ലോ P2 ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 3 മില്ലി സെക്കൻഡ് കൂടെ എടുത്താണ് P2 ചെയ്യുന്നത്. അപ്പൊ 53 മില്ലി സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് ആർക്ക് കിട്ടുന്നത്? P3ക്ക് CPU കിട്ടുന്നത്. അപ്പൊ P3 53ാമത്തെ മില്ലി സെക്കൻഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഒരൊറ്റ മില്ലി സെക്കൻഡ് 54ല് P3 കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ ആ ചെറിയൊരു പ്രോസസ്സ് ഓക്കെ
ബേസ്റ്റ് ടൈം വളരെ കുറഞ്ഞ ഒരു പ്രോസസ്സ് വലിയ പ്രോസസ്സിന്റെ അതായത് 50 മില്ലി സെക്കൻഡുള്ള ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ എവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു? റെഡി ക്യൂല് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ ഒരു സിനാരിയോയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? കോൺവോയ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് വളരെ ചെറിയ ബേസ്റ്റ് ടൈം ഉള്ള ഒരു പ്രോസസ്സ് വലിയ ഒരു പ്രോസസ്സിന്റെ കംപ്ലീഷന് വേണ്ടിയിട്ട് റെഡി ക്യൂല് വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ആ 53 മില്ലി സെക്കൻഡ് വെറും 1 മില്ലി സെക്കൻഡിന് വേണ്ടിയിട്ടാന്ന് വിചാരിക്കണം. വെറും 1 മില്ലി സെക്കൻഡ് മതിയായിരുന്നു CPU. പക്ഷെ എന്താണ് P3 ആ 53 മില്ലി സെക്കൻഡ് റെഡി ക്യൂല് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. ആ ഒരു സിനാരിയോയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? കോൺവോയ് ഇഫക്റ്റ്. ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് അൽഗോരിതത്തിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. കോൺവോയ് എഫക്ട് മനസ്സിലായോ? ഓക്കെ, അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആവറേജ് വെയിറ്റിംഗ് ടൈം ഇസ് മച്ച് ഹയർ ദാൻ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫസ്റ്റ് കം ഫസ്റ്റ് സർവേ ലാസ്റ്റ് പോയിന്റ് പുവർ ഇൻ പെർഫോമൻസ് ആസ് ആവറേജ് വെയിറ്റിംഗ് ടൈം ഈസ് ഹൈ. അത് തന്നെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞു. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് FCFS ഈസ് വെരി സിമ്പിൾ ആൻഡ് ഈസി ടു ഇംപ്ലിമെന്റ്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്, നമുക്ക് മനസ്സിലാക്കാനും എളുപ്പമാണ്, ഇംപ്ലിമെന്റ് ചെയ്യാനും എളുപ്പമാണ്. പക്ഷെ അതുകൊണ്ട് അത് എത്ര എഫിഷ്യന്റ് ആവണമെന്ന് എഫിഷ്യന്റ് അല്ല. ഓക്കെ, എഫിഷ്യന്റ് അല്ലാത്തതിന് കാരണം ഈ വെയിറ്റിംഗ് ടൈം ടേൺ അറൗണ്ട് ടൈം ഒക്കെ ഹൈ ആണ്. അതുകൊണ്ടാണ് അത് എഫിഷ്യന്റ് അല്ലാത്തത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ആയിരിക്കും നമുക്ക് തരിക കേട്ടോ. നമുക്ക് തരുന്ന പ്രോബ്ലത്തിനകത്ത് ഈ ആദ്യത്തെ 3 കോളംസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പ്രോസസ് ID ഉണ്ടാവും, അറൈവൽ ടൈം ഉണ്ടാവും, ബേസ്റ്റ് ടൈം ഉണ്ടാവും. ഇതിനകത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ P1 എന്ന് പറയുന്നത് P1 എത്ര പ്രോസസ് ഉണ്ട് റെഡി ക്യൂല്? എത്ര പ്രോസസ് റെഡി ക്യൂലുണ്ട്? 5 പ്രോസസ് ആണുള്ളത്. ആ 5 പ്രോസസ്സിൽ 0th ടൈമിൽ റെഡി ക്യൂല് വന്നത് P1 ആണ്. 2 എന്ന് പറയുന്ന മില്ലി സെക്കൻഡിലാണ് P2 വരുന്നത്. 3 എന്ന് പറയുന്ന മില്ലി സെക്കൻഡിൽ P3, 4 എന്ന് പറയുന്ന മില്ലി സെക്കൻഡിൽ P4, 5 എന്ന് പറയുന്ന മില്ലി സെക്കൻഡിൽ P5 വന്നു. ഇനി മൂന്നാമത്തെ കോളം എന്ന് പറയുന്നത് ബേസ്റ്റ് ടൈം ആണ്. അതായത് CPU എത്രമാത്രം ടൈം വേണം എന്നുള്ള. P1ന് 6 മില്ലി സെക്കൻഡ് വേണം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. P2ന് 2 മില്ലി സെക്കൻഡ് വേണം കംപ്ലീറ്റ് ചെയ്യാൻ. P3ക്ക് 1 മില്ലി സെക്കൻഡ്, P4ന് 9 മില്ലി സെക്കൻഡ്, P5ന് 8 മില്ലി സെക്കൻഡ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ആവറേജ് വെയിറ്റിംഗ് ടൈമും ആവറേജ് ടേൺ അറൗണ്ട് ടൈമും കണ്ടുപിടിക്കണം. എന്തൊക്കെ കണ്ടുപിടിക്കണം? ആവറേജ് വെയിറ്റിംഗ് ടൈമും ആവറേജ് ടേൺ അറൗണ്ട് ടൈമും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് ഗാണ്ട് ചാർട്ട് വരയ്ക്കുക എന്നുള്ളതാണ്. ഗാണ്ട് ചാർട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഏതൊക്കെ പ്രോസസ്സ് ഏത് ഓർഡറിലാണ് എക്സിക്യൂഷൻ നടത്തുന്നത് ടൈം ബേസിൽ നമ്മൾ കാണിക്കണം. ടൈം ബേസിൽ നമുക്ക് കാണിക്കണം. ഓക്കെ, ആ ഗ്രാഫിനും അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ വരയ്ക്കുന്നതിന് പറയുന്ന പേരാണ് ഗാണ്ട് ചാർട്ട്. ഓക്കെ, ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഫസ്റ്റ് കം FCFS അൽഗോരിതം ആണ്. അതായത് ആദ്യം വരുന്ന ആൾക്ക് എന്ത് കൊടുക്കണം? CPU കൊടുക്കണം. ഇവിടെ റെഡി ക്യൂല് ആദ്യം വരുന്ന ആൾ ആരാണ്? P1 ആണ് അല്ലെ? ആദ്യം വരുന്ന ആളാണ് P1. അപ്പൊ ആദ്യമേ എന്തായാലും CPU ആർക്ക് കൊടുക്കണം? P1ന് കൊടുക്കണം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇത് നോൺ പ്രിയംറ്റീവ് അൽഗോരിതം ആണെന്ന് പറഞ്ഞു അല്ലേ? നോൺ പ്രിയംറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? CPU കിട്ടിക്കഴിഞ്ഞാൽ P1 എപ്പോഴേ കൊടുക്കുള്ളൂ തിരിച്ച്. നോക്കിക്കേ, ആ ഗാണ്ട് ചാർട്ടിലോട്ട് നോക്കിയേ. 0th ടൈമില് CPU ആർക്ക് കൊടുത്തു? P1ന് കൊടുത്തു. കാരണം 0th ടൈമില് വേറെ ആരും ഇല്ല അവിടെ. 0th ടൈമില് വേറെ പ്രോസസ് ഒന്നും ഇല്ല. സോ ഞാൻ എന്ത് എഴുതു? CPU ആർക്ക് കൊടുത്തു? P1ന് കൊടുത്തു. ഇത് നോൺ പ്രിയംറ്റീവ് ആണ്. അതുകൊണ്ട് CPU കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോസസ് കംപ്ലീറ്റ് ചെയ്തിട്ട് വിട്ടുകൊടുക്കൂ. അപ്പൊ 6 എന്ന് പറയുന്ന മില്ലി സെക്കൻഡ് എത്തിയപ്പോ P1 കംപ്ലീറ്റ് ചെയ്തു, CPU എന്ത് ചെയ്തു? വിട്ടുകൊടുത്തു. ഓക്കെ ആണോ? ഈ 6 എന്ന് പറയുന്ന മില്ലി സെക്കൻഡ് എത്തുമ്പോൾ ഏതൊക്കെ പ്രോസസ് റെഡി ക്യൂൽ ഉണ്ടാവും? P2 മാത്രമേ ഉള്ളൂ? ബാക്കി എല്ലാ പ്രോസസ്സും റെഡി ക്യൂല് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ P1 കംപ്ലീറ്റ് ചെയ്ത് CPU വിട്ടു കൊടുക്കുന്ന സമയത്ത് P2ഉം P3ഉം P4ഉം P5ഉം റെഡി ക്യൂല് വന്നിട്ടുണ്ട്. പക്ഷെ അക്കോർഡിംഗ് ടു FCFS അൽഗോരിതം നമുക്ക് എന്തേ കൊടുക്കാൻ പറ്റുള്ളൂ? അതിന്റെ അകത്ത് അത് 4 റെഡി ക്യൂൽ ഉണ്ടെങ്കിലും റെഡി ക്യൂൽ ആദ്യം വന്നത് ആരാണ്? കൂടുതല് P2 ആണ് രണ്ടാമത് വന്നില്ല. ഈ 4 ആദ്യം വന്നിരിക്കുന്ന ആരാണ്? P2 ആണ്. അപ്പൊ ഞാൻ ആർക്ക് വിട്ടുകൊടുക്കണം? CPUനെ P2ന് വിട്ടുകൊടുക്കണം. അതാണ് 6 എന്ന് പറയുന്ന മില്ലി സെക്കൻഡിൽ P2 സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, P2ന് CPU കൊടുത്തു. 2 അതിന്റെ ബേസ്റ്റ് ടൈം. ഓക്കെ, അതുകൊണ്ട് 2 എന്ന് പറയുന്ന മില്ലി സെക്കൻഡ് എത്തിയപ്പോ, അതായത് 6ൽ നിന്ന് 2 മില്ലി സെക്കൻഡ് 8 എത്തിയപ്പോ P2 കംപ്ലീറ്റ് ചെയ്തു, CPU വിട്ടുകൊടുത്തു. ഓക്കെ, ഇനി നമ്മുടെ FCFS അനുസരിച്ച് അടുത്ത് വന്നിരിക്കുന്ന ആരാണ്?
P3 ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, P3ക്ക് എന്ത് ചെയ്തു, CP കൊടുത്തു. P3ക്ക് 1 millisecond മതിയായിരുന്നു. അതുകൊണ്ട് 9ൽ എന്ത് ചെയ്തു, P3 കംപ്ലീറ്റ് ചെയ്തു. ഇനി P4 9ൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, 9ൽ സ്റ്റാർട്ട് ചെയ്ത് അതിന് 9 millisecond വേണമായിരുന്നു കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പൊ 9 + 9 18. 18ൽ എന്ത് ചെയ്തു, P4 കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ദെൻ അവിടെ നിന്ന് പിന്നെ P5 ആണ് അവസാനം വന്നിരിക്കുന്നത്. P5ന് എന്ത് ചെയ്തു, CPU കൊടുത്തു. അതിന് 8 millisecond വേണമായിരുന്നു. അതായത് 26 എന്ന് പറയുന്ന millisecond എത്തിയപ്പോൾ P5 എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ ടേബിളിനകത്ത് ബാക്കി 3 കോളംസും കംപ്ലീറ്റ് ചെയ്യുക. ഏതൊക്കെയാണ്? കംപ്ലീഷൻ ടൈം നമുക്ക് ഗാണ്ട് ചാർട്ടിൽ നിന്ന് കിട്ടും. P1ന്റെ കംപ്ലീഷൻ ടൈം എത്രയാന്ന് നോക്കിക്കേ. P1 എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്, അതാണ് P1ന്റെ കംപ്ലീഷൻ ടൈം. P1 എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്? 6 അല്ലെ. P2 കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 8. P3 കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 9. P4 കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 18. P5 കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 26. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്താണ്, ടേൺ അറൗണ്ട് ടൈം. ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എന്തോ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നല്ലേ, മിസ്റ്റേക്ക് ഉണ്ടോ? എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. ഇവര് അറൈവൽ ടൈം എല്ലാം 0 ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അറൈവൽ ടൈം എല്ലാം 0 ആണെന്നുണ്ടെങ്കിൽ ഈ ടേൺ അറൗണ്ട് ടൈം കറക്റ്റ് ആണ്. പക്ഷെ അറൈവൽ ടൈം ഡിഫറെന്റ് ആയതുകൊണ്ട് ടേൺ അറൗണ്ട് ടൈം തെറ്റാണ്. ഓക്കെ, ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം ആണ്. അപ്പൊ ആദ്യത്തെ P1ന്റെ എത്ര വരും? 6 - 0 6 വരും. രണ്ടാമത്തെ കേസിനകത്ത് എന്ത് വരും? 8 - 2 6 വരും കേട്ടോ. 9 - 3 6 വരുവേ. Then 18 - 4 14. 26 - 5 21. അങ്ങനെയാണ് ടേൺ അറൗണ്ട് ടൈം വരിക കേട്ടോ. ഇത് ശ്രദ്ധിച്ചില്ലേ? ഓക്കെ, അപ്പൊ ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നുമില്ല, കംപ്ലീഷൻ ടൈം മൈനസ് മതി കേട്ടോ. അപ്പൊ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് രണ്ടും തെറ്റാണ് കേട്ടോ. ഞാനത് നോക്കിയില്ലായിരുന്നു. ഓക്കെ, ടേൺ അറൗണ്ട് ടൈം ചെയ്ത് വെച്ചിരിക്കുന്ന, വെയിറ്റിംഗ് ടൈം ചെയ്ത് വെച്ചിരിക്കുന്നത് തെറ്റാണ്. ഇവരെ ചെയ്തിരിക്കുന്നത് എന്തിന്റെ ബേസിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറൈവൽ ടൈം 0 ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്ത് വെച്ചത്. പക്ഷെ അറൈവൽ ടൈം 0 അല്ലല്ലോ. അപ്പൊ അതിനനുസരിച്ച് ഇവിടെ മാറി വരും കേട്ടോ. ഓക്കെ, സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഞാൻ 2-3 എക്സാമ്പിൾ വേണമെങ്കിൽ ചെയ്തിടാം. അറൈവൽ ടൈം 0 വരുന്നതും വേറെ വരുന്നതും അതുപോലെ തന്നെ ഇടയ്ക്ക് സ്പേസ് വരുന്നതും അങ്ങനെ 2-3 ഞാൻ ചെയ്ത് ഗ്രൂപ്പിൽ ഇടാവേ. ഓക്കെ, ടൈം കഴിഞ്ഞ് എല്ലാവരും അടുത്തായിരിക്കും. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണേ. ഈ കോൺവൈ എഫക്റ്റ് പറഞ്ഞില്ലേ, നോട്ടിൽ അതില്ലല്ലോ, ആ വേർഡ് മാത്രമേ ഉള്ളല്ലോ. പേര് മാത്രമേ ഉള്ളൂ. അത് ആഡ് ചെയ്യുന്നെങ്കിൽ ആഡ് ചെയ്ത് തരാം കേട്ടോ. ഞാൻ അല്ലെങ്കിൽ നോട്ട് ഇച്ചിരി കൂടെ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഞാൻ കയ്യിലിരുന്ന് വെച്ചിട്ട് ഒന്ന് പെട്ടെന്ന് തന്നതാണ്. ഇനി ഞാൻ പഠിപ്പിച്ച് വരുമ്പോ എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് കാണുമ്പോൾ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടേ ചെയ്തു തരാം കേട്ടോ. അവസാനം ഇടുന്നത് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഓക്കെ, താങ്ക് യു.